സെൻട്രൽ ഗവൺമെൻറ് ഇന്ന് UPI ട്രാൻസാക്ഷൻ ബില്ല് ലോക്സഭയിൽ പാസ്സാക്കി. എത്രയായിരിക്കും ചാർജ്? ആരാണ് ഈ ചാർജ് അടയ്ക്കേണ്ടത്? എപ്പോഴാണ് ഇത് പ്രാബല്യത്തിൽ വരാൻ പോകുന്നതെന്ന് അറിയാൻ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. എന്തുകൊണ്ടാണ് ഈ ബില്ല് കൊണ്ടുവന്നത്? ഇതുവരെ UPI ട്രാൻസാക്ഷനുകൾക്ക് ഒരു തരത്തിലുള്ള ചാർജും ഈടാക്കാനുള്ള നിയമം അനുവദിച്ചിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി UPI ഉപയോഗം വൻതോതിൽ വർദ്ധിച്ചു. അതുകൊണ്ട് ബാങ്കിന് സെർവർ മെയിൻ്റെനൻസ്, ഇൻഫ്രാസ്ട്രക്ചർ, ഫ്രോഡ് പ്രിവെൻഷൻ, സെക്യൂരിറ്റി, കോർ ബാങ്കിംഗ് സിസ്റ്റം തുടങ്ങിയവ നടത്താൻ ആയിരക്കണക്കിന് കോടി രൂപയാണ് ചെലവാകുന്നത്. ഗവൺമെൻറ് നൽകുന്ന സബ്സിഡി ഈ ചെലവിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അതുകൊണ്ടാണ് ഈ സംവിധാനം ദീർഘകാലം സുരക്ഷിതമായി നിലനിർത്താൻ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നത്. ലോക്സഭ പാസാക്കിയ ഈ ബില്ല് മുമ്പ് UPIക്ക് ചാർജസ് ഈടാക്കുന്നത് വിലക്കിയിരുന്ന നിയമത്തിൽ ആ വിലക്ക് ഒഴിവാക്കുകയാണ് ചെയ്തത്. ആരൊക്കെയാണ് ട്രാൻസാക്ഷൻ ചാർജസ് നൽകേണ്ടത്? വാർഷിക ടേൺ ഓവർ 1 അല്ലെങ്കിൽ 1.5 കോടി രൂപയ്ക്ക് മുകളിലുള്ള ബിസിനസ്സുകൾക്ക് മാത്രമേ ചാർജസ് ബാധകമാകൂ. അതും 2000 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷനുകൾക്ക് മാത്രം. 2000 രൂപയിൽ താഴെയുള്ള ഏത് ട്രാൻസാക്ഷനും മർച്ചൻ്റോ ഷോപ്പ് ഉടമയോ ട്രാൻസാക്ഷൻ ഫീസ് നൽകേണ്ട. പേഴ്സൺ ടു പേഴ്സൺ UPI ട്രാൻസാക്ഷനുകൾ പൂർണ്ണമായും സൗജന്യമാണ്. ഇതൊരു ഉദാഹരണത്തിലേക്കൂടെ മനസ്സിലാക്കാം. നിങ്ങൾ വലിയൊരു വ്യാപാരിക്ക് UPI വഴി 10,000 രൂപ പേയ്മെൻറ്റ് നടത്തുന്നു എന്ന് വിചാരിക്കൂ. ഈ തുകയ്ക്ക് ആകെ ഈടാക്കുന്ന ട്രാൻസാക്ഷൻ ഫീസ് 30 രൂപയാണെന്ന് കരുതൂ. ഈ 30 രൂപയിൽ നിന്ന് പേയ്മെൻറ്റ് അടക്കുന്ന ആളുടെ ബാങ്ക് 60% മുതൽ 70% വരെ ഈടാക്കും. 23% മുതൽ 33% വരെ വ്യാപാരിയുടെ ബാങ്ക് ഈടാക്കും. NPCIക്കൊരു ഫ്ലാറ്റ് ചാർജും ഉണ്ടാകും. ഇതിൽ UPI ആപ്പുകളായ ഗൂഗിൾ പേ, ഫോൺ പേകൾക്ക് ഒരു ട്രാൻസാക്ഷൻ ഫീസും ലഭിക്കുന്നതല്ല. നിങ്ങൾ നടത്തുന്ന 10,000 രൂപയിൽ നിന്ന് 30 രൂപ ട്രാൻസാക്ഷൻ ഫീസ് ഈടാക്കിയ ബാക്കി എമൗണ്ടാണ് മെർച്ചൻറ്റിന് ലഭിക്കുക. ഇപ്പോൾ ഈ ബില്ല് ലോക്സഭയിൽ പാസ്സാക്കിയിട്ടുണ്ട്. അടുത്തതായി ഇത് രാജ്യസഭ പാസ്സാക്കണം. അതിനുശേഷം RBI അല്ലെങ്കിൽ ഗവൺമെൻറ് ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ പുറത്തിറക്കും. ആ നോട്ടിഫിക്കേഷനിൽ എപ്പോൾ മുതൽ ചാർജ് നിലവിൽ വരും, എത്ര ചാർജ് ആയിരിക്കും എന്നതെല്ലാം വ്യക്തമാകും. ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.